പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലേക്ക്, ഈ അൾത്താരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുക. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അനവധി പേര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു മകൾ വന്ന് പറഞ്ഞത്, തൻ്റെ ഭർത്താവിന് ഒരു തെറ്റായ ബന്ധമുണ്ടായിരുന്നു. എത്ര പരിശ്രമിച്ചിട്ടും ആ തെറ്റായ ബന്ധത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കാനായിട്ട് ഇടവന്നത്. ഇന്നാണ് ആ സഹോദരി വന്ന് എന്നോട് സാക്ഷ്യപ്പെടുത്തിയത്. എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനത് കേൾക്കാൻ തുടങ്ങിയ നാള് മുതല് എൻ്റെ ഭർത്താവിന് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് അദ്ദേഹം മോചനം പ്രാപിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് സ്വയം ബോധം കിട്ടി. താൻ ചെയ്യുന്നത് തൻ്റെ കുടുംബത്തോട് ചെയ്യുന്ന തെറ്റാണെന്നും തൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന തെറ്റാണെന്നും അദ്ദേഹത്തിന് ബോധ്യം നൽകി. അദ്ദേഹം തൻ്റെ ഭാര്യയോട് മാപ്പ് ചോദിച്ചു. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടെടുക്കുക. എത്രയോ കുടുംബങ്ങളില് അങ്ങനെ ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. മൊബൈൽ ഫോണുകളിലൂടെ, തെറ്റായ ബന്ധങ്ങളിലൂടെ, അഹങ്കാരങ്ങളിലൂടെ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ, മറ്റുള്ളവര് കൊടുക്കുന്ന എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഉപദേശങ്ങളിലൂടെയെല്ലാം എത്രയോ കുടുംബങ്ങള് തകർന്നുകൊണ്ടിരിക്കുന്നു. സാത്താൻ ഇന്ന് വളരെയധികം ശ്രമിക്കുന്നത് കുടുംബങ്ങളെ തകർക്കാനാണ്. അങ്ങനെ സാത്താൻ അറിയാം, കുടുംബങ്ങൾ തകർന്നാൽ സഭ തകർക്കപ്പെടും, സഭ തകർക്കപ്പെട്ടാൽ മാനവകുലം തകർക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യരോടുള്ള വൈരാഗ്യം സാത്താൻ തീർക്കുന്നത് കുടുംബങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ്. തെറ്റായ ബന്ധങ്ങൾ വീടുകളിലേക്ക് കടന്നു വരിക, കലഹങ്ങൾ കടന്നു വരിക, ആ മദ്യപാനം കടന്നു വരിക, ലഹരി കടന്നു വരിക, ധാർഷ്ട്യം കടന്നു വരിക, അഹങ്കാരം കടന്നു വരിക, കടബാധ്യതകൾ കടന്നു വരിക, രോഗങ്ങൾ, മാരക രോഗങ്ങൾ കടന്നു വരിക. അങ്ങനെ നിരാശയിലും വിഷാദത്തിലും അടിമപ്പെടുത്തി നമ്മുടെ കുടുംബങ്ങളെ തകർക്കാനാണ് സാത്താൻ നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥതപ്പെടേണ്ട. നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങളുടെ പറമ്പ്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങള്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിത പങ്കാളികൾ, നിങ്ങളുടെ മക്കള്, അവരെല്ലാവരും ഈശോയ്ക്ക് സമർപ്പിച്ചാൽ മതി. ഈശോ തന്റെ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ വീടിന് ചുറ്റും കാവലുണ്ടാകും. അപ്പൊ ഒരു ദുരാത്മാവും ഒരു ദുഷ്ടാത്മാവും ഒരു പിശാചും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. അങ്ങനെ നിങ്ങള് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കുക, നിങ്ങളുടെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുക, നിങ്ങളുടെ പറമ്പിനെ സംരക്ഷിക്കുക, നിങ്ങളുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുക. നിങ്ങളുടെ ബിസിനസ് മേഖല, സ്ഥാപനങ്ങളിൽ അസൂയകളും കണ്ണുവെക്കലുകളും ദൃഷ്ടിദോഷങ്ങളും ശത്രുക്കളും നിങ്ങളെ തകർക്കാൻ വേണ്ടി വരുന്ന അശുദ്ധാരൂപികളൊന്നും അങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും. മക്കളെ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഇത് ദൈവം, ഈശോ തന്നെ പരിശുദ്ധ കുർബാനയുടെ മുമ്പില് അച്ഛൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴ് ഡെയിലി ഡെലിവറൻസ് എന്ന വാചകം പറഞ്ഞുകൊണ്ട് അച്ഛനെ പ്രേരിപ്പിച്ച് തുടങ്ങിയ ഒരു ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ ഇതിന്റെ അഭിഷേകം നിങ്ങൾക്ക് സംരക്ഷണമൊരുക്കും, നിങ്ങളുടെ തൊഴിലിനെ സംരക്ഷിക്കും. ദുഷ്ടവ്യക്തികളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, ദുഷ്ടാത്മാക്കളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ തൊഴിൽ മേഖലകളെയും, നിങ്ങളുടെ സമ്പത്തിനെയും, നിങ്ങളുടെ ആരോഗ്യത്തെയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും, കുഞ്ഞുങ്ങളുടെ പഠനങ്ങളെയും നിങ്ങളുടെ യാത്രകളെയും വാഹനങ്ങളെയും സംരക്ഷിക്കും. മക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ നൽകിയിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വചനങ്ങളാണ്. വേണം 30 കൂടി നമുക്ക് വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഇന്നൊരമ്മ വന്ന് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകളുടെ പീഡ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി, മാനുഷികമായി ആ മകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാം നിങ്ങൾ ചെയ്തു. ഇനി നിങ്ങളുടെ ആ ഭാരം
കർത്താവിനെ ഏൽപ്പിക്കുക. കണ്ട, ഈശോ തന്നെ പറയാ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. പിന്നെ മക്കളെ, പിന്നെ എന്തിനാണ് നിങ്ങൾ വേദനിക്കുന്നത്? നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ചില കാര്യങ്ങള് മനുഷ്യന് പരിഹരിക്കാനാവാത്തതാ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിഷാദത്തിലും നിരാശയിലും പെട്ട് നിങ്ങളുടെ ആരോഗ്യം കളയണ്ട. അത് കർത്താവിന് കൊടുക്ക്. ആ വേദനകള്, ആ സങ്കടങ്ങള്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രോഗങ്ങള് ഈശോയ്ക്ക് കൊടുക്ക്. ഈശോ അത് വഹിക്കുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. എല്ലാ മക്കളും സാധിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ഡെലിവറൻസിന്റെ ആത്മാവേ, രോഗശാന്തിയുടെ ആത്മാവേ, കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കം 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 ഹോളി സ്പിരിറ്റ്. വേനി 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 സ്പിരിറ്റോ സാന്തോ, വേനി സ്പിരിറ്റോ ദി ദിയോ, വേനി സ്പിരിറ്റോ ദി അമോറെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ തൊഴിൽ മേഖലകളെയോ പറമ്പിനെയോ വീടിനെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അഥവ വികാരങ്ങളെയും വിദേശ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാത്മ ശക്തികളെയും ദുഷ്ചിന്തകളെയും ദുഷ്പ്രവൃത്തികൾ ഉളവാക്കുന്ന ദുഷ്ടാത്മാക്കളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിർവീര്യമാക്കുന്നു. ലിയോ 14 പാപ്പ എന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച അധികാരം ഉപയോഗിച്ച് ദുഷ്ടാത്മ സംഘങ്ങളെ നിങ്ങളെ നിർവീര്യമാക്കി കളയുന്നു. ഈ മക്കളിൽ നിന്ന് വിട്ടുപോ, ഈ മക്കളിൽ നിന്ന് പുറത്തുപോ. യേശുനാമത്തിൽ ആജ്ഞാപിക്കുന്നു. കടബാധ്യതകളും ജോലി തകർച്ചകളും സാമ്പത്തിക തകർച്ചകളും PR കിട്ടാത്ത അവസ്ഥകളും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളും കല്യാണ തടസ്സങ്ങളും കച്ചവട തടസ്സങ്ങളും ഉണ്ടാക്കുന്ന നിന്റെ എല്ലാ ദുഷ്ടപ്രവൃത്തികളും ഇന്ന് അവസാനിക്കട്ടെ. ഈ വചനം കേൾക്കുകയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും വീടിന് സർവശക്തനായ ഈശോ തന്റെ പ്രിയപ്പെട്ട മാലാഖമാരെ കാവലിരുത്തട്ടെ. അന്ധകാര ശക്തികളെ ദുഷ്ടാത്മ സംഘങ്ങളെ യേശുനാമത്തിലാണ് കൽപ്പിക്കുന്നത്. മടങ്ങിപ്പോ, യേശുവിന്റെ കാൽ കീഴിലേക്ക് മടങ്ങിപ്പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദുഷ്ടാത്മ സംഘങ്ങളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുകയാണ്, ഈ മക്കളിൽ നിന്ന് പുറത്തു പോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവരുടെ ജീവിതത്തില്, ഇവരുടെ ശരീരത്തിൽ നിന്നും ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉച്ചാടനം ചെയ്ത് കർത്താവായ യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ, അത്ഭുതകരമായ പവർ അനോയിന്റിംഗ് നടക്കട്ടെ. എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാ മക്കളോടും പറയണം. ഇത് സാധിക്കുന്ന എല്ലാവർക്കും നിയോഗം വെച്ച് നിങ്ങൾ അയച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസം 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചങ്ങനാശ്ശേരി ഭദ്രാസന ദേവാലയത്തില് മരിയൻ അത്ഭുത പള്ളിയാണത്. അവിടെ വെച്ച് നടക്കുന്ന ആ വലിയ കൺവെൻഷനെ കുറിച്ച് നിങ്ങൾ എല്ലാവരോടും പറയണം, ഫോൺ ചെയ്ത് പറയണം. സാധിക്കുന്ന എല്ലാവരും ഒന്ന് പങ്കെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ്. പറ്റുന്ന ആൾക്കാർക്ക് വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ പള്ളിയിൽ വരാവുന്നതാണ്. കോഴിക്കോട് നിന്ന് മാനന്തവാടി ബസ്സിൽ കയറി കമ്പളക്കാട് ഇറങ്ങി പള്ളിക്കുന്നിലേക്ക് ഓട്ടോറിക്ഷയോ ബസ്സോ എന്തെങ്കിലും കിട്ടും. അങ്ങനെ പള്ളിക്കുന്ന് പള്ളിയിൽ വരാം. തലേ ദിവസം വരുന്നവർ നേരത്തെ അറിയിച്ചാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, രാത്രിയിലെ ഭക്ഷണം ഒരുക്കുന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.